ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു നൈറ്റ് ഫിഷിംഗ് ചെയ്യാൻ പോയിട്ടാ. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടുതൽ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോരുത്തരായിട്ട് കയറി കേട്ടോ, എല്ലാവരും സേഫ്റ്റി ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാടാ ടൂൾസ് ഇതാടാ, നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കും കേട്ടോ. ആഹാ, എന്നെ രസമല്ലേ. നല്ല ഇപ്പൊ ഒരു ചേട്ടൻ ഇറങ്ങി പഠിച്ച കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാ ഇതുപോലത്തെ ഒരു നൈറ്റ് ഫിഷിംഗ് നടത്തുന്നത്. അതും ദേ കടലിലടിയിൽ അണ്ടർ വാട്ടർ പോയിട്ട് നൈറ്റ് ഫിഷിംഗ് ചെയ്യണത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കുറെ പേടിയായിരുന്നു, പിന്നീട് അത് പ്രത്യേക ഒരു ഹരമായി മാറി കേട്ടോ. നമ്മളിതുവരെ കാണാത്തതും കണ്ടതൊക്കെ ആയിട്ട് ഒരുപാട് തരം മീനുകളാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകളാണ്. ഒരുപാട് തരം പവിഴപ്പുറ്റുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇനം മീനുകളാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കുത്തിയെടുക്കുന്ന ടൂള് അതായത് നമ്മുടെ സെയിം മുപ്പല്ലി പോലത്തെ തന്നെ ഒരു ടൂളാട്ടോ. പക്ഷെ നമ്മുടെ മുപ്പല്ലി പോലത്തെ ഒരേ ആംഗിളല്ലെന്ന് മാത്രം, വേറെ ഒരു പ്രത്യേക ഒരു ആംഗിളാണ്. സംഭവം പൊളിയാണ് കേട്ടോ. കീഴിലും പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം. നൈറ്റ് ഫിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ ചാടിക്കയറി ഓക്കെ പറയായിരുന്നു കേട്ടോ. അമ്പതേ അങ്ങനെ നമ്മുടെ വിജയകരമായിട്ടുള്ള നൈറ്റ് ഫിഷിംഗ് അണ്ടർ വാട്ടർ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ വന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ കിട്ടിയ മീനൊക്കെ കേട്ടോ ഈ കാണുന്നതൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു ഫീലിംഗ് ഉണ്ട്. കടലിൽ നിന്ന് നേരിട്ട് നമ്മൾ പോയി അണ്ടർ വാട്ടറിൽ നൈറ്റ് ഫിഷിംഗ് ചെയ്ത് കിട്ടിയ മീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് തന്നെ അതേ കുക്ക് ചെയ്ത് കഴിക്കണ പരിപാടി കേട്ടോ. നമുക്ക് ഈ ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് പെർമിറ്റും തയ്യാറാക്കി തന്നത്, സ്റ്റേ ഒക്കെ തയ്യാറാക്കി തന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാവേ. നമസ്കാരം. ഇതാണ് നമ്മുടെ ഓണർ, അതായത് നമ്മുടെ സ്റ്റേയുടെ ഓണർ കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി തന്നത്, സ്റ്റേ എല്ലാം റെഡിയാക്കി തന്ന് നിൽക്കുകയാണ്. ഇൻഡിഗോയിലെ സ്റ്റാഫ് അല്ലേ. ഇപ്പോൾ പിടിച്ചോണ്ട് വന്ന മീനൊക്കെ അവർ മസാലയൊക്കെ പുരട്ടി ഫ്രഷ് മീൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കും കേട്ടോ. ഇങ്ങനൊക്കെ ഗ്രില്ല് ചെയ്തെന്ന ചേട്ടന്മാരോടൊക്കെ നന്ദി പറയാം കേട്ടോ. ചേട്ടാ സംഭവം എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എന്തോന്നാലും നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര മോഹം, പുറകെ പാഞ്ഞു വരും കേട്ടോ. വറ്റയായിരുന്നു വരുന്നത്. ഈ നടക്കണ മൊത്തം എന്തൊക്കെയോ കളറുള്ള മീനുകളാട്ടോ. നമ്മൾ അടുത്തോട്ട് വന്ന് പുള്ളി തൊട്ട് പറ്റ കയറി വരും കേട്ടോ. അതേ അടിച്ചിട്ടുണ്ട്, സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. വറ്റയല്ലേ അത് പുറകെ വേറെ വരുന്ന കേട്ടോ. ആ കൊള്ളാം, വലുതാണ് അടിച്ചേക്കണം കേട്ടോ. പോരട്ടെ എല്ലാവരും ഇത് ചൂണ്ടയിട്ട് വറ്റ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. അത് തീറ്റങ്ങ ഇടും. അടുത്തത് ഈ ജെട്ടിൽ മൊത്തം ചൂണ്ടിട്ട് കയറാം കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ആഘോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻപിടുത്തവും കഴിഞ്ഞ് മീനൊക്കെ നല്ല ഗ്രില്ല് ചെയ്ത് കഴിക്കുകയും ചെയ്തു. എല്ലാം സന്തോഷമായി കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു.